പള്ളിയച്ചൻ, ഫാദർ എബ്രഹാം പള്ളിവാതിൽക്കൽ, ഒരു ഈശോ സഭാംഗമായിരുന്ന വൈദികൻ. ജിസ്യൂത്തിന്റെ ആദ്യകാല യാത്രകളിൽ ജിസ്യൂത്തിനോടൊപ്പം യാത്ര ചെയ്ത ഒരു വൈദികൻ. ഒരുപാട് മനുഷ്യർക്ക് അപ്പനായും മെന്ററായും ഗൈഡായും കൂട്ടുകാരനുമായിരുന്ന മനുഷ്യൻ. യുവജനങ്ങളുടെ കൂടെ യാത്ര ചെയ്ത് അവരുടെ സ്വഭാവ രൂപവൽക്കരണത്തിൽ പങ്കാളിയായിട്ടുള്ള ഒരു വ്യക്തി. അച്ഛന്റെ വിയോഗത്തിന് ശേഷം ഇന്നലെ അച്ഛന്റെ ഒരു അനുസ്മരണ യോഗത്തിൽ പങ്കെടുക്കാനിടയായി. എനിക്ക് അച്ഛൻ അത്ര പേഴ്സണലായിട്ട് അറിയില്ല, പക്ഷെ പലപ്പോഴും പല കോണ്ടെക്സ്റ്റിലും പലരാലും പറഞ്ഞു കേട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് പള്ളിയച്ഛൻ. പലരും അച്ഛനെ കുറിച്ച് ഇന്നലെ ഷെയർ ചെയ്തു. പക്ഷെ എന്നെ കൂടുതൽ സ്പർശിച്ചൊരു കാര്യം അച്ഛന്റെ സ്മോൾ ആക്ട്സ് ഓഫ് ലവ് ആയിരുന്നു. കൂടുതൽ ആളുകളും ഇന്നലെ പറഞ്ഞു വെച്ചത് തന്നെയായിരുന്നു. ഒരു അപ്പനെ പോലെ കൂടെ നിർത്തിയതിന്റെയും അക്കമ്പനി ചെയ്തതിന്റെയും മറ്റുള്ളവരെ കേട്ടതിന്റെയും കൂട്ടത്തിൽ ആരും ശ്രദ്ധിക്കാത്തവരെ തിരഞ്ഞെടുത്ത് കൂടെ നിർത്തിയതിന്റെയും മറ്റുള്ളവരെ പേര് ചൊല്ലി വിളിച്ചതിന്റെയും സ്നേഹിച്ചതിന്റെയും അസുഖത്തിന്റെ ഒക്കെ മുഖദിനത്തിലും വേദനയുടെ ഒക്കെ നടുവിലും മറ്റുള്ളവരെ കാണാനും കരുതാനും എടുത്ത ഒരു സ്നേഹം. സമയവും കഴിവും എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെച്ച അച്ഛന്റെ കഥകളും സ്നേഹത്തോടെ മറ്റുള്ളവരെ ശാസിച്ചതും തിരുത്തിയതുമായിട്ടുള്ള കഥകളും. ശരിക്കും മറ്റുള്ളവർക്ക് അച്ഛനിൽ കാണാൻ സാധിച്ചത് വിനയത്തിന്റെ മാതൃക നമ്മെ കാണിച്ചു തന്ന ഈശോയെ തന്നെയാണ്. സ്വയം ശൂന്യവൽക്കരിച്ച് ദാസന്റെ രൂപം സ്വീകരിച്ച ഈശോയെ. അച്ഛൻ പറഞ്ഞ ഒത്തിരി പ്രസംഗങ്ങളെക്കാളും ജീവിതത്തിൽ മറ്റുള്ളവര് ഓർത്തെടുത്തത്, കൂടെ നിർത്തിയതും സ്നേഹം നൽകിയതും അക്കമ്പനി ചെയ്തതുമായിട്ടുള്ള, അതുപോലെ ആത്മാക്കളെ സ്വന്തമാക്കിയതുമായിട്ടുള്ള അച്ഛനെയായിരുന്നു. നമുക്കെല്ലാം ഈ മരണാനന്തര ശുശ്രൂഷകളും ഈ അനുസ്മരണ യോഗങ്ങളൊക്കെ നമ്മുടെ മരണവും നമ്മുടെ മരണശേഷം മറ്റുള്ളവർ നമ്മളെ എങ്ങനെ ഓർത്തെടുക്കും എന്നൊക്കെ ഒന്ന് ചിന്തിക്കാൻ പറ്റും. നല്ലതായിരിക്കും. അച്ഛനെ കുറിച്ച് പറഞ്ഞതുപോലെ സ്നേഹിച്ചതിന്റെയും കൂടെ നിർത്തിയതിന്റെയും കൂടെ യാത്ര ചെയ്തതിന്റെയും ഈശോയുമായിട്ട് കൂടുതൽ അടുപ്പിച്ചതിനുമായിട്ടുള്ള കഥകള് നമ്മെ കുറിച്ച് പറയാനുണ്ടാവോ ആർക്കെങ്കിലും? എന്റെ വാക്കിലൂടെയും എന്റെ പ്രവൃത്തിയിലൂടെയും എന്റെ പെരുമാറ്റത്തിലൂടെയും ആർക്കെങ്കിലുമൊക്കെ ഈശോയെ കാണാൻ സാധിച്ചിട്ടുണ്ടാവോ? ഞാൻ ലോകം മുഴുവൻ നേടിയെന്ന് പറഞ്ഞാലും എന്റെ ജീവിതമൊക്കെ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെട്ടിട്ടുണ്ടാവോ? എന്റെ നോട്ടം കൊണ്ടോ എന്റെ വാക്കുകൊണ്ടോ അവർക്ക് ഈശോയെ അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ടാവോ? അതോ എല്ലാം പിടിച്ചെടുക്കാനുള്ള ഒരു ഓട്ടത്തിന്റെ പിന്നാലെ പോയപ്പോൾ മറ്റുള്ളവരുടെ മനസ്സിൽ നാം ഇടം പിടിക്കാതെ പോയോ? അതോ നമ്മുടെ ചുറ്റുമുള്ളവർക്കൊക്കെ സ്നേഹവും കരുതലൊക്കെ കൊടുക്കാൻ നമ്മൾ മറന്നുപോയോ? പാവങ്ങളുടെ അമ്മയും മദർ തെരേസയും പോലും ഇന്നും മറ്റുള്ളവരെ ഓർത്തെടുക്കുന്നത് നമ്മുടെ ആ ചെറിയ പ്രവൃത്തിയിൽ പോലും ദൈവസ്നേഹം വെളിവാരുന്നുകൊണ്ടായിരുന്നു. പാവങ്ങളിലും ഉപേക്ഷിക്കപ്പെട്ടവരിലും വെറുക്കപ്പെട്ടവരിലും രോഗികളിലും അമ്മ കണ്ടത് ഈശോയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഒരു അറപ്പോ വെറുപ്പോ ഇല്ലാതെ ഇവരെയെല്ലാം ശുശ്രൂഷ ചെയ്യാൻ അമ്മയ്ക്ക് സാധിച്ചത്. വചനം പറയുന്നത് ഇങ്ങനെയാ, മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 40-ാം വാക്യം. എന്റെ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങളത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത്. ഈശോയെ പോലെ സ്വയം ശൂന്യവൽക്കരിച്ച് ദാസന്റെ രൂപം സ്വീകരിച്ച മറ്റൊരു വിശുദ്ധ. അതുപോലെ സിസ്റ്റർ റാണി മരിയ, ഒരു സാധാരണ സിസ്റ്റർ, ഈശോയുടെ സ്വഭാവത്തിലേക്ക് സ്വയം രൂപവൽക്കരിക്കപ്പെട്ട് ഈശോ നമുക്ക് കാണിച്ചു തന്ന നീതിയുടെ വസ്ത്രം ധരിച്ച് ദളിതരുടെ നീതിക്ക് വേണ്ടി പ്രവർത്തിച്ച സിസ്റ്റർ. ഒത്തിരി മനുഷ്യർക്ക് സിസ്റ്ററിന്റെ ജീവിതത്തിലൂടെ ഈശോയെ കാണാൻ സാധിച്ചിട്ടുണ്ടാവും അല്ലേ? ഇതുപോലെ നമ്മുടെ എല്ലാം ഓരോ ചെറിയ പ്രവൃത്തിയും സംസാരവും പെരുമാറ്റവും ജീവിതമെല്ലാം മറ്റുള്ളവർക്ക് നമ്മിൽ ഈശോയെ കാണാൻ സാധിക്കട്ടെ. അങ്ങനെ എന്നിലൂടെ എന്റെ പ്രവൃത്തിയിലൂടെ ഈശോയുടെ നാം മഹത്വപ്പെടട്ടെ. നമുക്ക് മുമ്പ് കടന്നുപോയ ഇത്തരത്തിലുള്ള ഒത്തിരി മനുഷ്യർ കാണിച്ചു തന്ന നല്ല മാതൃകകൾ നമ്മൾ വഴി നടത്തട്ടെ. നമ്മുടെ അനുസ്മരണ യോഗത്തിലും മറ്റുള്ളവർക്കും പറയാനുണ്ടാകട്ടെ മനുഷ്യനെ സ്നേഹിച്ചതിന്റെയും കരുതിയതിന്റെയും കൂടെ നിർത്തിയതിന്റെയും മായാത്തോർമ്മകൾ. ആമേൻ.